തിരുവചനം അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. തിരുവചനം അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം 16-ാം അധ്യായം 22-ാം വാക്യം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 16:22. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. ആ വാക്ക് കേൾക്കുന്നത് തന്നെ വേദനാകരമാണ്. ശാപമെന്നാണ് ആ വാക്ക്. ശാപം ഒഴിവാക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ വചനം നമുക്ക് തന്നിരിക്കുന്നത്. നാം ആരും ശാപഗ്രസ്തരായി പോകരുത് എന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പാപങ്ങൾ കൊണ്ട് അനിവാര്യമായി ശാപം നമ്മുടെ മേൽ വരുന്നുവെന്ന് കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ശ്രദ്ധക്കുറവ് കൊണ്ട്, സൂക്ഷ്മതക്കുറവ് കൊണ്ട്, പാപത്തിൻ്റെ മാലിന്യം നമ്മെ സ്പർശിക്കുന്നതുകൊണ്ട് ശാപം നമ്മെ ബാധിക്കുന്നെന്ന് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ ഈ വേദപുസ്തകം അനുഗ്രഹത്തിൻ്റെ പുസ്തകമാണ്. കർത്താവായ യേശുക്രിസ്തു വന്നത് അനുഗ്രഹിക്കാനാണ്. കർത്താവിൻ്റെ പ്രിയമക്കൾ പ്രാർത്ഥിക്കുന്നത് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ്. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവെ കൃപയെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷകളും നമസ്കാരങ്ങളും നീ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നാം എല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. അനുഗ്രഹം വേണമെന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ഈ വേദപുസ്തകത്തിലെ 66 ഗ്രന്ഥങ്ങളിലും അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അനുഗ്രഹം ലഭിക്കാനുള്ള വഴികളാണ് പറയുന്നത്. അനുഗ്രഹം ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നാം എല്ലാം അനുഗ്രഹീതരായി തീരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നാം ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കണമെന്ന് താല്പര്യമുള്ളവരാണ്. അതിനുള്ള അഗാധമായ ദാഹമുള്ളവരാണ്. ഒട്ടേറെ ദുരിതം പിടിച്ചതായി ഈ ലോകത്ത് അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ അത്ഭുതമില്ല. യാതനകളും വേദനകളും നിറഞ്ഞതാണ് ഈ ലോക ജീവിതം. കഷ്ടപ്പാടും ദുഃഖങ്ങളും നിറഞ്ഞതാണ് ഈ ലോക ജീവിതം. നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ ദിവസവും എന്തെല്ലാം പ്രശ്നങ്ങളെയാണ് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം മാറി സമാധാനമുള്ള, ശാന്തതയുള്ള, സ്വസ്ഥതയുള്ള, സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കാൻ നാം ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ വാഞ്ച അതാണ്. എന്നാൽ അനുഗ്രഹത്തിന് തടസ്സമായി നമ്മിൽ പലതും ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അനുഗ്രഹത്തിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ളത് ചൂണ്ടിക്കാണിച്ച് തന്നുകൊണ്ട് നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധ്വാനിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം അതാണ് തരുന്നത്. നമ്മെ അനുഗ്രഹിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹമാക്കി വെച്ചിരിക്കുന്നുവെന്ന്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നല്ല, ഞാൻ നിന്നെ അനുഗ്രഹമാക്കി വെച്ചിരിക്കുന്നുവെന്ന്. നീ ഒരു അനുഗ്രഹമാണ് എന്നാണ് പറഞ്ഞത്. നിന്നെ അനുഗ്രഹിക്കും ശരിയാണ്,
പക്ഷേ നീ മൂലം അനേക ജാതികൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. പുരാതന കാലത്തെ പരിശുദ്ധനായിരുന്ന വിശ്വാസവീരനായിരുന്ന അബ്രഹാമിന് നൽകിയതായ വാഗ്ദത്തം ഇന്ന് നമുക്കും ശേഷിപ്പിച്ച് വച്ചിരിക്കുകയാണ്. നമുക്കും അനുഗ്രഹം പ്രാപിക്കാം. നാം മൂലം അനേകർക്ക് അനുഗ്രഹം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അനേകർക്ക് ആശ്വാസം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അനേക ഹൃദയങ്ങളിൽ സാന്ത്വന അരുളാൻ നമുക്ക് സാധിക്കും. നീറുന്ന മനസ്സുകൾക്ക് ആശ്വാസം നൽകാൻ നമുക്ക് സാധിക്കും. ഒരിഞ്ഞ് വലയുന്ന ജീവിതങ്ങൾക്ക്, ഉരുകി തിളയ്ക്കുന്ന ജീവിതങ്ങൾക്ക് ഒരു കുളിർമ പകരാൻ നമുക്ക് സാധിക്കും. വേണമെങ്കിൽ നാം അനുഗ്രഹമായി തീരണം, അനുഗ്രഹപാത്രമായി തീരണം. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മിൽ പലരും ശാപഗ്രസ്തരായി തീരുകയാണ്. ആരാണ് ശാപഗ്രസ്തൻ? ആരാണ് ശപിക്കപ്പെട്ടവനെന്ന് വേദപുസ്തകം പറയുന്നു. ശാപം നമ്മിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ നാം വായിക്കുന്നത് അങ്ങനെയാണ്. അപ്പോസ്തലനായ പൗലോസ് കോരിന്തിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. രണ്ട് വാക്കുകൾ പുരാതന അറമൈക് ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിലും, രണ്ട് ഭാഷകളിലായി രണ്ട് വാക്കുകൾ ഇവിടെ നമുക്ക് കാണാം. ആദ്യത്തെ വാക്ക് കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ എന്നുള്ളത് അനാഥീമ എന്ന ഒരു ഗ്രീക്ക് പദമാണ്. അനാഥീമ, ANATHEMA, അനാഥീമ. അതൊരു ഗ്രീക്ക് പദമാണ്, ഒരു ഗ്രീക്ക് വാക്കാണ്. എന്നാൽ അടുത്തത് നമ്മുടെ കർത്താവ് വരുന്നു എന്നത് മാറാനാഥ എന്ന ഒരു അറമൈക് ഭാഷയാണ്, അറമൈക് വാക്കാണ്. ഒന്ന് ഗ്രീക്ക് പദവും മറ്റൊന്ന് അറമൈക് പദവും. ഈ രണ്ട് പദങ്ങൾ ചേർത്താണ് അപ്പോസ്തലൻ പറയുന്നത് അനാഥീമ മാറാനാഥ. ആ വാക്കുകൾ നാം പഠിക്കുന്നത് നല്ലതാണ്. ആ വാക്കുകളുടെ അർത്ഥം നാം ഗ്രഹിക്കുന്നത് നല്ലതാണ്. അനാഥീമ, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. ഇതിൻ്റെ തൊട്ട് മുൻപുള്ള ഖണ്ഡികയിൽ അപ്പോസ്തലനായ പൗലോസ് രണ്ട് വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. ആസിയയിലെ സഭകൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അക്വിലാവും പ്രിസ്കയും അവരുടെ ഭവനത്തിലെ സഭയോടുകൂടെ കർത്താവിൽ നിങ്ങളെ വളരെ വന്ദനം ചെയ്യുന്നു. സകല സഹോദരന്മാർ നിങ്ങൾ വന്ദനം ചെയ്യുന്നു. വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യുവീൻ എന്ന് പറഞ്ഞ് പൗലോസ് കോരിന്തിലെ വിശ്വാസികൾക്ക് വന്ദനം അരുളുകയാണ്. വന്ദനം നൽകിയതിന് ശേഷം പൗലോസ് പറയുകയാണ്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കോരിന്തിലുള്ള രണ്ട് വിശ്വാസികളെ പ്രത്യേകിച്ച് കാണിച്ചു തരികയാണ്. പ്രിസ്കയും അക്വിലാവും. അക്വിലാസും പ്രിസ്കയും എന്ന് പറഞ്ഞത് അക്വിലാസും പ്രിസ്കില്ലയും എന്ന് വേറൊരു ഭാഗത്ത് കാണാം. പ്രിസ്ക എന്ന് പറയുന്നതും പ്രിസ്കില്ല എന്ന് പറയുന്നതും ഒരാളെക്കുറിച്ച് തന്നെയാണ്. വേദപുസ്തകത്തിൽ ചില ഭാഗങ്ങളിൽ അക്വിലാവും പ്രിസ്കില്ലയും എന്ന് കാണും. വേറൊരു ഭാഗത്ത് അക്വിലാവും പ്രിസ്കയും എന്ന് പറയുന്നു. ഇവിടെ പറഞ്ഞത് പ്രിസ്ക എന്നാണ്. അക്വിലാവും പ്രിസ്കയും അവരുടെ ഭവനത്തിലെ സഭയോടുകൂടെ കർത്താവിൽ നിങ്ങളെ വളരെ വന്ദനം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന് ഉള്ളം തണുപ്പിച്ച രണ്ട് ദൈവമക്കളാണ് അക്വിലാവും പ്രിസ്കയും. ഭാര്യയും ഭർത്താവുമാണ്. അക്വിലാവും പ്രിസ്കയും അവർ അനുഗ്രഹീതരായ ദമ്പതികളാണ്. അപ്പോസ്തലനായ പൗലോസിനെ വളരെ താങ്ങിയവരാണ്. അപ്പോസ്തലനായ പൗലോസിനെ സ്വാഗതം ചെയ്തവരുമാണ്. അപ്പോസ്തലനായ പൗലോസിന് അവരുടെ ഭവനത്തിൽ അഭയം നൽകിയവരാണ്. ദൈവമക്കളെ മാനിക്കുവാൻ നല്ല ഹൃദയവിശാലതയുള്ളവരായിരുന്നു. കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ മാനിച്ചിരുന്നു. കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ സ്വീകരിച്ചിരുന്നു. കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ സൽക്കരിച്ചിരുന്നു. അക്വിലാവിൻ്റെയും പ്രിസ്കില്ലയുടെയും ജോലി കൂടാരപ്പണിയായിരുന്നു, കൂടാരം ഉണ്ടാക്കുക. അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസും ചെയ്തിരുന്നത്. അങ്ങനെ തൊഴിൽ ഒന്നാകൊണ്ട് അവർ ഒരുമിച്ച് വേല ചെയ്തു പോന്നു. വേല ഉപജീവനത്തിനുള്ളൊരു വേല ചെയ്യും. വേല ചെയ്യുന്നതിന് മടിയുണ്ടായിരുന്നില്ല, ഉത്സാഹത്തോടെ വേല ചെയ്തിരുന്നു. എന്നാൽ വേല ചെയ്യുന്നതിനോടൊപ്പം തന്നെ കർത്താവായ യേശുവിനെ സുവിശേഷിക്കുകയും ചെയ്തിരുന്നു. യേശു ക്രിസ്തുവിന് മഹത്വമുള്ള ശുശ്രൂഷ ചെയ്തിരുന്നു. ഭൗതികമായ വേലയോടുകൂടെ തന്നെ നമുക്ക് കർത്താവിനെ സാക്ഷിക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന തൊഴിലോടുകൂടെ തന്നെ നമുക്ക് കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കാം. നാം ജീവിതത്തിൽ നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി പല ജോലികളും ചെയ്യാറുണ്ട്, ചെയ്യണം. നമ്മുടെ ഉപജീവനം കഴിക്കണമല്ലോ, തീർച്ചയായും ജോലികൾ ചെയ്യേണ്ടതാണ്. അത് ഉത്സാഹത്തോടെ തന്നെ ചെയ്യേണ്ടതാണ്. കൃഷി ചെയ്യുന്നവൻ ഉത്സാഹത്തോടെ കൃഷി ചെയ്യണം. വ്യാപാരങ്ങൾ നടത്തുന്നത് ഉത്സാഹത്തോടെ തന്നെ ആയിരിക്കണം. സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടി ആയിരിക്കണം. കാര്യക്ഷമതയോടെ ജോലി ചെയ്യണം.
ഏതൊരു ജോലി നാം ചെയ്തുകൊണ്ടിരിക്കുന്നോ അത് വളരെ വിശ്വസ്തയോടെ, വളരെ കാര്യക്ഷമതയോടെ നാം ചെയ്യേണ്ടതാണ്. ഉത്സാഹത്തോടെ ചെയ്യേണ്ടതാണ്. നല്ല കഠിന പ്രയത്നം ചെയ്ത് നാം ഉപജീവനമാർഗം തേടേണ്ടതാണ്. അതെല്ലാമാണ് ദൈവമക്കളുടെ സ്വഭാവത്തിൽ കാണേണ്ട പ്രത്യേകത. ദൈവമക്കൾ ഏതൊരു ജോലി ചെയ്യുന്നോ ഏറ്റവും വിശ്വസ്തമായി ചെയ്യണം. ദൈവമക്കൾ ഏതൊരു ജോലിയിൽ നിൽക്കുന്നോ അവിടെ ഏറ്റവും കാര്യക്ഷമമായും ആത്മാർത്ഥമായും കഠിന പരിശ്രമം ചെയ്ത് ജോലി ചെയ്യണം. നമ്മിൽ പലരും വാസ്തവത്തിൽ പലപ്പോഴും ജോലിയിൽ അലസരാണ്, ജോലി കാര്യങ്ങളിൽ ഉത്സാഹമില്ലാത്തവരാണ്. നമ്മുടെ വീട്ടിലെ ജോലിയാണെങ്കിലും, നമ്മുടെ പറമ്പിലെ ജോലിയാണെങ്കിലും, അല്ല നമ്മുടെ ഓഫീസിലെ ജോലിയാണെങ്കിലും, മറ്റ് ഏതൊരു ജോലിയാണെങ്കിലും നാം ഉത്സാഹത്തോടെ ജോലി ചെയ്യണമെന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അക്വിലാവും പ്രിസ്കയും ഒപ്പം പൗലോസ്ലീഹായും ജോലി ചെയ്തിരുന്നു, ഉപജീവനത്തിനുള്ള മാർഗം തേടിയിരുന്നു, കൂടാരപ്പണി ചെയ്തിരുന്നു. അക്വിലാവും പ്രിസ്കില്ലയും അപ്പോസ്തലനെ അവളുടെ കാര്യമായി കരുതിയിരുന്നു. ദൈവമക്കളെ കരുതുക അതൊരു അനുഗ്രഹകരമായ കാര്യമാണ്. എബ്രായ ക്രിസ്ത്യാനികൾക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 2-ാം ഖണ്ഡികയിൽ പറയും, ദൈവജനത്തെ സ്നേഹിക്കുന്നതും അവരെ ശുശ്രൂഷിക്കുന്നതും അനുഗ്രഹമാണ് എന്ന്. ദൈവത്തിൻ്റെ മക്കളെ, യേശുക്രിസ്തുവിൻ്റെ വേല ചെയ്യുന്നവരെ മാനിക്കുന്നത് അനുഗ്രഹമാണ്, അവരെ ശുശ്രൂഷിക്കുന്നത് അനുഗ്രഹമാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ ഖണ്ഡിക നമുക്ക് വായിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറയുകയാണ് ദൈവം നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുക, ദൈവമക്കളെ ശുശ്രൂഷിക്കുക, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. അപ്പോസ്തലനായ പൗലോസിനെ അക്വിലാവും പ്രിസ്കില്ലയും സ്വീകരിച്ചു. അക്വിലാവ് ഒരു യഹൂദനായിരുന്നു, എന്നാൽ പ്രിസ്കില്ല ഒരു പ്രജാതി സ്ത്രീയായിരുന്നു. എന്നാൽ ഇവർ തമ്മിൽ പരസ്പരം സ്നേഹത്തോടെ ബന്ധപ്പെട്ട് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുകയായിരുന്നു. അവരുടെ ഭവനത്തിലേക്ക് അപ്പോസ്തലനെ അവർ കൈക്കൊണ്ടു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ദൈവം നീതിമാനാണ്. നീതിമാനായ ദൈവം തന്നെ ശുശ്രൂഷിക്കുന്നവരെക്കുറിച്ച് കരുതലുള്ളവനാണ്. ദൈവത്തിൻ്റെ മക്കളെ ശുശ്രൂഷിക്കുന്നതിനെക്കുറിച്ച് കരുതലുള്ളവനാണ്. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനെക്കുറിച്ച് കരുതലുള്ളവനാണ്. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുക, ദൈവമക്കളെ സഹായിക്കുക, ദൈവമക്കൾ കൈത്താങ്ങൾ കൊടുക്കുക, ദൈവമക്കളെ പോറ്റി പുലർത്തുക, അത് അനുഗ്രഹകരമായ കാര്യമാണ്. നമ്മിൽ പലരും ഈ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാണ് എന്നെനിക്കറിയാം. നമുക്ക് ദൈവമക്കളെക്കുറിച്ച് മതിപ്പുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷേ ഓർത്തുകൊള്ളണം, പലപ്പോഴും നമ്മുടെ മതിപ്പും ബഹുമാനവും പലപ്പോഴും അതിരുകവിഞ്ഞു പോകുന്നു എന്ന് ഞാൻ സംശയിക്കാറുണ്ട്. ഒരിക്കലും നാം മനുഷ്യരെ പൂജിക്കരുത്. ഒരിക്കലും നാം ഒരു കാരണവശാലും ആരാധിക്കരുത്. മനുഷ്യരെ നാം ക്രിസ്തുവിനെ പോലെ കാണരുത്. മനുഷ്യരെ മനുഷ്യരായി തന്നെ കാണാവൂ. അവർ വിശുദ്ധന്മാരായിരിക്കും, അവർ ദൈവമക്കളായിരിക്കും, അവർ നിവൃത്തിയുള്ളിടത്തോളം കറവരളാതെ ജീവിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും, അവർക്ക് ഒരു സമർപ്പണം ഉണ്ടായിരിക്കും, നല്ലത്. എന്നാൽ അവരാരും നമ്മെ രക്ഷിക്കുകയില്ല. ഒരു ദൈവവേദനയിൽ നമ്മെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധന്മാരെ നമുക്ക് ശുശ്രൂഷിക്കാം, വിശുദ്ധന്മാരെ നമുക്ക് സഹായിക്കാം, വിശുദ്ധന്മാരെ നമുക്ക് ആദരിക്കാം. പക്ഷേ വിശുദ്ധന്മാരെ ഒരിക്കലും ആരാധിക്കരുത്. ആദരിക്കണം, പക്ഷേ ആരാധിക്കരുത്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. അക്വിലാവിൻ്റെയും പ്രിസ്കില്ലയുടെയും കാര്യം പറഞ്ഞിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവിനെ സ്നേഹിക്കാത്തവനും ശപിക്കപ്പെട്ടവൻ. യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ ജനത്തെയും സ്നേഹിക്കും. യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ വിശ്വാസികളെയും സ്നേഹിക്കും. യേശുവിൻ്റെ വിശ്വാസിയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ യേശുവിനെ സ്നേഹിക്കുന്നു പറയുന്നതിൽ അർത്ഥമില്ല. പ്രിയപ്പെട്ടവരെ, നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. നമ്മിൽ പലരും എനിക്ക് ദൈവത്തെ സ്നേഹമാണ്, എനിക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്നുണ്ട് എന്ന് പറയുകയും ഒപ്പം ദൈവമക്കളെ ദ്വേഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. ദൈവമക്കളെക്കുറിച്ച് ഉള്ളത്തിൽ മത്സരഭാവം പുലർത്തുന്നവരുണ്ട്. ദൈവമക്കളെക്കുറിച്ച് വിമർശന മനോഭാവം പുലർത്തുന്നവരുണ്ട്.
കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെക്കുറിച്ച് നിരൂപണ ബുദ്ധിയോടെ കരുതുന്നവരുണ്ട്. കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ നിരൂപണം ചെയ്യുകയും വിമർശിക്കുകയും ഒരുപക്ഷെ ഹൃദയത്തിൽ പരിഷത് വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. പക്ഷേ അവർക്കൊരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ വേലക്കാരാകാൻ നമുക്ക് സാധിക്കുകയില്ല, ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോസ്തലനായ പൗലോസിന് അക്വിലാവിനെയും പ്രിസ്കിലയെയും കുറിച്ച് വലിയ മതിപ്പുണ്ടായിരുന്നു. അവർ യേശുവിനെ സ്നേഹിക്കുന്നവരാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണ് എന്ന് അപ്പോസ്തലൻ അറിയാമായിരുന്നു. അവരുടെ ആ സ്നേഹം അവർ തന്നോട് കാണിച്ച സ്നേഹത്തിൽ പ്രതിഫലിച്ചിരുന്ന അപ്പോസ്തലൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അതിനോട് ചേർത്ത അപ്പോസ്തലൻ പറയുന്നത്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ടത് സകലതുപരിയായി യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? യേശുവിനെ സ്നേഹിക്കുന്ന എങ്ങനെ അറിയാം? ഞാൻ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ എനിക്കറിയാൻ പറ്റും? എങ്ങനെ നാം ഗ്രഹിക്കും? എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വചനം ഞാൻ പ്രമാണിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തിന് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തെ അതായിരിക്കുന്നത് പോലെ ഞാൻ മാനിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ച് അനുസരിക്കുന്നുണ്ടോ? നാം സ്നേഹിക്കുന്നു പറയുന്നതിൽ അർത്ഥമില്ല. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാം വിശ്വസിക്കും, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാം അനുസരിക്കും, അനുസരിക്കുന്നുണ്ടെങ്കിൽ നാം കീഴ്പ്പെടും. വചനത്തിന് കീഴ്പ്പെടുക, വചനത്തെ അനുസരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്ത് അറിയുവാൻ സാധിക്കും. വാസ്തവത്തിൽ വചനത്തെ ഞാൻ മാനിക്കുന്നുണ്ടോ? വചനത്തെ ഞാൻ ഭയപ്പെടുന്നുണ്ടോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 അധ്യായം 2 വാക്യം പറയും, എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നതിനായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. വചനത്തിങ്കൽ വിറയ്ക്കുക. വചനം വരുമ്പോൾ വിറയലോടെ കേൾക്കുക, വിറയലോടെ കാണുക. ദൈവത്തിന് സ്തോത്രം. വചനത്തെ വിറയലോടെ നാം സമീപിക്കുക, ഭയത്തോടും വിറയലോടും കൂടെ നാം സമീപിക്കുക. നമ്മുടെ ആരാധന വിശുദ്ധ കുർബാനയിൽ നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏവങ്കലിയൻ വായിക്കുന്ന സമയം, ഏവങ്കലിയൻ സുവിശേഷമാണ്. സുവിശേഷം ബഹുമാനപ്പെട്ട പട്ടക്കാരൻ മദ്ബഹായിൽ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു വന്ന് അവിടെ സുവിശേഷം വായിക്കുന്ന സമയത്ത്, ഏവങ്കലിയൻ വായിക്കുന്ന സമയത്ത് മറുഭാഷകൾ ശബ്ദിക്കുകയും ആഘോഷത്തോടെ സ്തുതിക്കുകയും ചെയ്യുന്നു. മെഴുകുതിരികൾ കത്തിച്ചു വയ്ക്കുന്നു. ആ നല്ല സമയത്ത് മണികൾ കിരിങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശുശ്രൂഷക്കാരൻ പറയുന്നു, നാം ഭയത്തോടും വിറയലോടും കൂടെ നിന്ന്, ഭയത്തോടും വിറയലോടും കൂടെ നിൽക്കണമെന്ന്. നാം ഇതെല്ലാം കേൾക്കാറുള്ളതാണ്, കാണാറുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണ്, തിരുവചനം വായിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വിശുദ്ധ കുർബാനയിൽ വടക്കേ നടയിൽ നിന്ന് വായിക്കുമ്പോഴും തെക്കേ നടയിൽ നിന്ന് വായിക്കുമ്പോഴും അപ്പോഴെല്ലാം ശുശ്രൂഷക്കാരൻ ധൂപക്കുറ്റി വീശിക്കൊണ്ട് ധൂപം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു കയ്യിൽ തിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, മെഴുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. വളരെ ഭയത്തോടും വിറയലോടും കൂടിയാണ് വായിക്കുന്നത്. വായിക്കുന്നയാൾ അത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ നിന്നും അതുപോലെ പൊതുവായ ലേഖനങ്ങളിൽ നിന്നും വായിക്കുന്നു. പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ നിന്ന് വായിക്കുന്നു. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ പലപ്പോഴും ഇതിൻ്റെ ഒന്നും അർത്ഥം നാം ഗ്രഹിക്കാറില്ല. വചനത്തിന് ഗൗരവമേറിയ പ്രാധാന്യം കൊടുത്തിരുന്നു. വചനത്തെ ഭയപ്പെടണം, വചനത്തിന് മുന്നിൽ വിറയ്ക്കണം. വചനത്തിന് മുന്നിൽ വിറയ്ക്കുമ്പോൾ അപ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. വചനം നമുക്ക് അനുസരിക്കുവാനുള്ളതായ വാഞ്ചയുണ്ട് എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സ്വയം നമ്മെ തന്നെ കാണിക്കുകയാണ്. വചനത്തെ നാം ഭയപ്പെടുന്നു, വചനത്തിങ്കൽ വിറയലോടെ നിൽക്കുന്നു. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നതിനുമായ മനുഷ്യൻ ഞാൻ കടാക്ഷിക്കും. വചനത്തിന് മുന്നിൽ വിറയ്ക്കുകയാണ്, വിറയലോടെ നിന്നുകൊണ്ട് വചനം കേൾക്കുകയാണ്. വിറയലോടെ നിന്നുകൊണ്ട് ഈ ഏവങ്കലിയനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിൻ്റെ അറിയിപ്പുകളെ നാം കേൾക്കണമെന്ന് അവിടെ ശുശ്രൂഷക്കാരൻ വിളിച്ചു പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളുടെ അറിയിപ്പുകളെ നാം വിറയലോടെ നിന്ന് കേൾക്കുകയാണ്. വിറയലോടെ ഭയത്തോടെ ജീവനുള്ള ദൈവം അരുളി ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ലഭിക്കുകയാണ്. വചനത്തെ വിറയലോടെ കൈക്കൊള്ളുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ വചനത്തെ പ്രമാണിക്കും. കർത്താവായ യേശു ക്രിസ്തു ക്രൂസിലേക്ക് പോകുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ 11 പേരെയും കൂട്ടിയിരുത്തി. യൂദാസ്കരിയോത്ത പോയതിനു ശേഷം 11 ശിഷ്യന്മാരെ കൂട്ടിയിരുത്തി അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാനും നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാനും നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ. യോഹന്നാന്റെ ശേഷം 13-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും,
നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കേൾക്കാം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങളുടെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, ആരാധനകളിൽ പങ്കെടുക്കുന്നുണ്ട്, പള്ളിയിലെ നമസ്കാരങ്ങളിലും ആരാധനകളിലും നാം വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിക്കൂ, നമുക്ക് പരസ്പര സ്നേഹമുണ്ടോ? ഇന്ന് സ്നേഹത്തിൻ്റെ സാക്ഷ്യമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എല്ലാം വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനോഭാവമുണ്ടോ? ക്ഷമിക്കാനുള്ള മനസ്സുണ്ടോ? പൊറുക്കാനുള്ള മനസ്സുണ്ടോ? മറക്കാനുള്ള മനസ്സുണ്ടോ? മറക്കാനും പൊറുക്കാനും സാധിക്കുക, ക്ഷമിക്കാൻ സാധിക്കുക, വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുക, മറന്നു കളയുവാൻ സാധിക്കുമോ? നമുക്ക് തമ്മിൽ സ്നേഹമുണ്ടെന്നെല്ലാം നാം ഭാവിക്കും, പുറമേ ചിരിച്ച് കാണിക്കും, പുറമേ ഭംഗിവാക്ക് നാം അഭിനയിച്ച് കാണിക്കും, ഭംഗിയായി നാം പെരുമാറും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ സ്നേഹമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ തന്നെ പരുഷതയില്ലേ? നമ്മുടെ കുടുംബത്തിൽ, ഒരു കൊച്ചു കുടുംബത്തിൽ പരസ്പരം വിശ്വാസമുണ്ടോ? പരസ്പര ഐക്യമുണ്ടോ? പരസ്പരം ഒരു മനസ്സുണ്ടോ? നാം വേദപുസ്തകം വായിക്കുന്നവരാണ്, യോഗങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്, വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവരാണ്. വചനം പക്ഷേ പറയുന്നവരും കാണുമായിരിക്കും. നാം സാക്ഷ്യ യോഗങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്, സാക്ഷ്യം പറയുന്നവരാണ്. പരസ്പര സ്നേഹമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ നാം തെളിയിക്കേണ്ടത്, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം നമ്മെ അറിയണമെങ്കിൽ പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കുടുംബത്തിൽ തന്നെ സ്നേഹം തുടങ്ങണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നമ്മുടെ വീട്ടിലാണ് സ്നേഹം തുടങ്ങേണ്ടത്. നമ്മുടെ വീട്ടിലാണ്, സ്വന്തം വീട്ടിലാണ് സ്നേഹം തുടങ്ങേണ്ടത്. ഭാര്യയും ഭർത്താവും ഒരു ഹൃദയമായി തീരുക. ആ മാതാപിതാക്കളും മക്കളും ഒരു ഹൃദയമായി തീരുക. സഹോദരങ്ങൾ പരസ്പരം ഇണങ്ങുന്നവരും പരസ്പരം സ്നേഹിക്കുന്നവരായി തീരുക. പിണക്കം പാടില്ല. വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കണം, മറക്കാൻ സാധിക്കണം. സ്നേഹിതരെ, ചിന്തിക്കൂ, നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടോ? സ്നേഹിക്കുന്നവനാണ് ദൈവത്തെ ആരാധിക്കുന്നത്. സ്നേഹം ആരാധനയാണ്, അഥവാ ആരാധന സ്നേഹമാണ്. സ്തുതിയെന്നോ സ്തോത്രമെന്ന് പറഞ്ഞാൽ ആരാധനയാവുകയില്ല. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു എന്ന് ഏറ്റുപറഞ്ഞാലും അവിടെ സ്തോത്രം ഉണ്ടാവുകയില്ല. ഏറ്റുപറയാം, നമുക്ക് കാണാതെ ചൊല്ലാൻ സാധിക്കും, അല്ലെങ്കിൽ പുസ്തകം നോക്കി വായിക്കാൻ പറ്റും, പുസ്തകം നോക്കി പ്രതിവാക്യം പറയാൻ പറ്റും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടോ? ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. സമാധാനമായി തീരണമെങ്കിൽ, ഈ വിശുദ്ധ കുർബാന ബലിയായി തീരണമെങ്കിൽ, അത് യാഗമായി തീരണമെങ്കിൽ, അത് സ്തോത്രയാഗമായി തീരണമെങ്കിൽ അവിടെ സ്നേഹം വരണം. ഇന്ന് നമ്മിൽ പലരും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നാം ഇന്ന് ശൂന്യരായി തീർന്നിരിക്കുകയാണ്. ഹൃദയത്തിൽ സ്നേഹമില്ല. നാം ദീർഘമായി പ്രാർത്ഥിക്കും, വേണമെങ്കിൽ സുറിയാനിയിലും മലയാളത്തിലും ഗീതങ്ങൾ ചൊല്ലും, നാം നല്ലതുപോലെ നമസ്കാരങ്ങൾ ചൊല്ലും, നാം കുമ്പിട്ട് നമസ്കരിക്കും, നാം നോമ്പുകൾ ആചരിക്കും, നല്ല ചിട്ടപ്പെട്ട ജീവിതം നാം പക്ഷേ നയിച്ചു എന്ന് വരും. പക്ഷേ സ്നേഹം നമ്മിലില്ല എന്നുള്ളത് സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. സ്നേഹിതരെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ നേരെ ക്രൂസിലേക്ക് നോക്കുക. അവിടെ സ്നേഹത്തിൻ്റെ നിറകുടം ചൂടി നിൽക്കുന്ന കർത്താവായ യേശുവിനെ കാണാം. സ്നേഹം വാസ്തവമായി പ്രതിബിംബിക്കുന്നത് ക്രൂസിലാണ്. സാക്ഷാത്തായ സ്നേഹം. സഹോദരങ്ങളെ, ഇത് പ്രസംഗിക്കാൻ പറ്റിയ വാക്കാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത്. ഞാനും അത് വളരെ വിനയത്തോടെ ചിന്തിക്കുകയാണ്. ഞാനിതെല്ലാം പറയുന്നു, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നിഷ്കളങ്കമായ സ്നേഹമുണ്ടോ? ആരോടും മുഖപക്ഷമില്ലാത്ത സ്നേഹമുണ്ടോ? ആരോടും പക്ഷഭേദമില്ലാത്ത സ്നേഹമുണ്ടോ? ആരോടും വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹമുണ്ടോ? ഉള്ളതുപോലെ പറയുവാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൻ്റെ സ്നേഹമുണ്ടോ? ക്രിസ്തു കാണുന്നത് പോലെ ഞാൻ കാണുന്നുണ്ടോ? ക്രിസ്തു സ്നേഹിക്കുന്ന പോലെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊരു പരാജയമാണ് ആത്മീയ ജീവിതത്തിൽ. ദൈവത്തിന് സ്തോത്രം. എനിക്കും പ്രസംഗിക്കാം, എനിക്കും സാക്ഷ്യം പറയാം, എനിക്കും അനുഭവങ്ങൾ വിളിച്ചു പറയാം. പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ സ്നേഹമില്ല എങ്കിൽ ഞാൻ വളരെ നിശ്ചേതനായ മനുഷ്യനായിരിക്കും. നിശ്ചേതനായ മനുഷ്യൻ. ഞാൻ ഫലശൂന്യനായ മനുഷ്യനായിരിക്കും. ഞാൻ പ്രയോജനരഹിതനായ മനുഷ്യനായിരിക്കും. ഞാൻ ചേതനയേറ്റ മനുഷ്യനായിരിക്കും. പ്രിയപ്പെട്ടവരെ, സ്നേഹമാണ് ചൈതന്യം, സ്നേഹമാണ് ജീവൻ, സ്നേഹമാണ് ശക്തി, സ്നേഹമാണ് എല്ലാറ്റിൻ്റെയും കാമ്പ്, സ്നേഹമാണ് എല്ലാറ്റിൻ്റെയും കാതൽ. സ്നേഹം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കൂ. എൻ്റെ കർത്താവേ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സ്നേഹത്താൽ നിറയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്നേഹത്താൽ നിറയുക. ഗോകുൽത്തായിലേക്ക് നോക്കൂ, അവിടെ സ്നേഹം കാണാം. അവിടെ സ്നേഹത്തിൻ്റെ മാധുര്യം കാണാം.
സ്നേഹത്തിൻ്റെ ആ മാധുര്യം നാം അനുഭവിക്കാൻ തുടങ്ങും. ക്രൂസിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ കൈകളും കാലുകളും ആണിയടിച്ച് തകരുമ്പോൾ സ്നേഹം ഒഴുകുകയാണ്. അതാണ് തിരുരക്തം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ആ നോക്കുമ്പോൾ നാം സ്നേഹം കാണുന്നു. എങ്ങനെ? അതാണ് തിരുരക്തം ഒഴുകുന്നത്. ഗോകുൽത്തായിലെ കുരിശിൽ കൂടി ഒലിച്ചിറക്കുന്ന തിരുരക്തം, ആ തിരുശരീരത്തിൽ കൂടി ഒഴുകി വരുന്നതായി തിരുരക്തം, മാറിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ഒഴുകിയതായി തിരുരക്തം, കൈകളും കാലുകളും തുളച്ചപ്പോൾ ഒഴുകിയതായി തിരുരക്തം, അവൻ്റെ പുറം ഒഴുതാലുപോലെ കീറിയപ്പോൾ തെറിച്ചതായ തിരുരക്തം. ദൈവത്തിന് സ്തോത്രം. ശിരസിൽ മുൾമുടി ഞാൻ അടിച്ചു ചേർത്തപ്പോൾ ഒഴുകിയതായി തെറിച്ചതായി തിരുരക്തം. ദൈവത്തിന് അതാണ് സ്നേഹം, സ്നേഹത്തിൻ്റെ തിരുരക്തം. ഇന്ന് പ്രിയപ്പെട്ടവരെ, സ്നേഹമുണ്ടെങ്കിൽ അതിന് വേദനയുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ അവിടെ ക്ഷമയുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ ക്ഷമയുണ്ട്. പക്ഷേ ക്ഷമയ്ക്ക് സ്നേഹമുണ്ട്, ക്ഷമയ്ക്ക് വേദനയുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്വയം ചില ത്യാഗങ്ങൾ വേണ്ടി വരും, തന്നെ ദഹിക്കേണ്ടി വരും. സ്നേഹമുണ്ടെങ്കിൽ തന്നെ മറക്കേണ്ടി വരും, തൻ്റെ സ്വന്തം നന്മകൾ വേണ്ട എന്ന് വെക്കേണ്ടി വരും, സ്വന്തം ചില താല്പര്യങ്ങൾ വേണ്ട എന്ന് വെക്കേണ്ടി വരും, സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ട എന്ന് മാറ്റി വയ്ക്കേണ്ടി വരും. സ്വന്തമായതെല്ലാം മാറ്റിവെച്ച് ദൈവത്തിന് മഹത്വം എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം സ്നേഹം കൊണ്ട് നിറയുക. അതാണ് ഇന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാപിക്കേണ്ടത്, നിങ്ങൾ അനുഭവിക്കേണ്ടത്. നിങ്ങളുടെ ഓരോരുത്തരുടെ അരികിലേക്ക് സ്നേഹത്തിൻ്റെ തൃക്കരം നീട്ടിക്കൊണ്ട്, തിരുരക്തം പുരണ്ട കരം നീട്ടിക്കൊണ്ട് യേശുപിതാവ് നിൽക്കുന്നു. നിങ്ങൾക്ക് യേശുവിൻ്റെ കൈകളിലേക്ക് നിങ്ങൾ കൊടുക്കാമോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ട്, കർത്താവേ, ഞാനൊരു സ്നേഹത്തിൻ്റെ പ്രതീകമായി ഈ ലോകത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ കർത്താവോട് പറയാമോ? സ്നേഹത്തിൻ്റെ പ്രതിബിംബമായി, സ്നേഹത്തിൻ്റെ പ്രതീകമായി, സ്നേഹത്തിൻ്റെ പ്രതിരൂപമായി, സ്നേഹത്തിൻ്റെ നിദർശനമായി നാഥ ഈ തലമുറയിൽ നിൽപ്പാൻ ഞാൻ കൊതിക്കുന്ന കർത്താവെ നിങ്ങൾക്ക് പറയാമോ? കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിൻ്റെ മക്കളെ സ്നേഹിക്കുക, സകലരെയും സ്നേഹിക്കുക, സഹോദരവർഗത്തെ സ്നേഹിക്കുക. ഈ ലോകത്ത് സഭാഭേദം കൂടാതെ, സമുദായ വ്യത്യാസം കൂടാതെ, മതഭേദം കൂടാതെ എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുക, കരയുന്നവരോട് കരയുക, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുക, സ്നേഹത്താൽ നിറയുക. സ്നേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ മധുര ശബ്ദമായി പുറത്ത് വരിക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സ്നേഹത്താൽ നിറഞ്ഞ ഒരു പുതിയ തലമുറയായി നമുക്ക് വളരാൻ പ്രിയപ്പെട്ടവരെ. സ്നേഹത്തിൻ്റെ അത്ഭുത സത്യം സന്തോഷത്തോടെ അനുഭവിക്കുന്നവരായി ലോകത്തെ പ്രദാനം ചെയ്യുന്ന ജ്യോതിസുകളായി നമുക്ക് പ്രകാശിക്കാം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പാപം പൊക്കുവാൻ കുറിച്ച് തിരുരക്തം ചിന്തിയ രക്ഷക, അവിടുത്തെ തിരുരക്തത്തിൽ കൂടി ഒഴുകി വരുന്നതായ സ്നേഹത്തെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇന്ന് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ, എല്ലാവരുടെ മേലും നിന്റെ സ്നേഹം പകരണമേ കർത്താവേ. സ്നേഹത്താൽ നിറഞ്ഞതിനെ സ്തുതിപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ, എല്ലാവരെയും നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.